ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാദിസ് റൈവ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇൻട്രോ പറയുന്നത് ഞങ്ങള് പിറ്റേ ദിവസം കേട്ടോ, കുറച്ച് ഞങ്ങൾ ആദ്യത്തെ ദിവസം കൂടെ ഇതിൽ ആഡ് ചെയ്യേ. നമ്മൾ തിരുവനന്തപുരത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇതാക്കുന്ന ഷൺമുഖം ബീച്ചിലേക്കാണ് കേട്ടോ നേരെ പോയത്. ഷൺമുഖം ബീച്ച്, നമ്മൾ കോഴിക്കോട്ടേക്ക് ഷൺമുഖം ബീച്ചൊന്നും കാണുമ്പോൾ അത്ര വലിയ ഒരിത് തോന്നൂല കേട്ടോ. കാരണം ഇതിലൊക്കെ അടിപൊളി നമ്മളെ കോഴിക്കോട് ബീച്ച് തന്നെ കേട്ടോ, അത് വേറെ ലെവലാണല്ലോ. അങ്ങനെ ഇതാക്കുന്ന ബീച്ചിന് തൊട്ടടുത്ത് തന്നെ ഇതാക്കുന്ന വലിയൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. ക്ഷേത്രം കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഈ ഷൺമുഖം ബീച്ചൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ കോവളം ബീച്ച് കാണാൻ പോകുന്നത് കേട്ടോ. ശംഖുമുഖം ബീച്ചിൽ നല്ല ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാകുന്ന മരണക്കിണർ, എന്തൂഞ്ഞാൽ, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നമുക്ക് കടലിലോട്ട് ഇറങ്ങാം കേട്ടോ, ഇറങ്ങി കളിക്കുകയും അതേപോലെ മണലിൽ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഇവിടെ ശംഖുമുഖം ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ മൊത്തം കയറ് കെട്ടിയിട്ടതാണ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. അതാണ് പ്രത്യേകത പറഞ്ഞത്. നമ്മളെ കോഴിക്കോട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും കടലിലേക്ക് ഇറങ്ങി ആ മണലിൽ കൂടെ കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ദൂരത്ത് നിന്ന് കാണാനേ പറ്റും. കോവളം ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ബിസ്മി റാവുത്തർ, ജാസ്മി റാവുത്തർ. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരെ വന്നത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ. കോവളം ബീച്ച് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ലൊരു ഗോവ സ്റ്റൈലാട്ടോ. കാരണം ഈ സൈഡിൽ കൂടെയൊക്കെ, ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് ഷോപ്പുകളും അതേപോലെ ഭയങ്കര പല രാജ്യക്കാരൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഗോവ സ്റ്റൈലാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അതും അതേപോലെ തന്നെ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത് നമുക്ക് ദൂരെ നിന്ന് കാണുക എന്നല്ലാതെ ബീച്ചിലോട്ടൊന്നും ഇറങ്ങാനുള്ള അലൗഡ് അല്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് അവർ ഒരുപാട് ഈ ഷോപ്പുകളൊക്കെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ. നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതേപോലെ ചെയ്ത് തരും. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു മീൻ കഷ്ണത്തിനൊക്കെ വെറും 1100 സംതിങ് ആ ഒരു റേഞ്ചൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾ കോവളം ബീച്ചിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ നിന്നില്ല കേട്ടോ. അവിടുത്തെ റേറ്റ് കണ്ട് ഞെട്ടി ഞങ്ങൾ പിന്നെ നേരെ വേറെ സ്ഥലത്തേക്ക് വന്നിട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുക. അപ്പോൾ ഇവളെ കണ്ടപ്പം ഞങ്ങളെ വീടിനടുത്തുള്ളൊരു അഫിയുണ്ട്, അഫിനെ പോലെ തോന്നുന്നുണ്ട്, ഇന്നെപ്പോലെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അറിയാത്ത പറയാം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോരോ ഐറ്റംസാണ് പറയുന്നത്. അപ്പോൾ പലരും പല ഐറ്റംസ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതാ അതന്നെ അതന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അപ്പോൾ അവളിന്റെ കൈ പിടിച്ച് ഇറങ്ങുകയാണ് ഗൈസ്, ഇറങ്ങുകയാണ് ഇവിടുന്ന്. അങ്ങനെ ഇതാക്കുന്ന പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് ഇതാക്കുന്ന ഞങ്ങൾ ഓട്ടോറിക്ഷ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 9:15 ട്രെയിൻ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, കാരണം നമുക്ക് ബുക്ക് ചെയ്തിട്ട് ട്രെയിനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ലാസ്റ്റ് ലോക്കലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. മോർണിംഗ് ഒരു 7:15 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാക്കുന്ന നേത്രാവതി ട്രെയിനിൽ തിരിച്ച് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടി താത്ത തൊള്ളയിലിട്ടരാം. നല്ല വെള്ളപ്പം മുട്ടക്കറി കേട്ടോ വാങ്ങി നമ്മൾ ട്രെയിനിലാണ്. ട്രെയിനിൽ ഇപ്പം ആളില്ല കേട്ടോ. ചായ ഉണ്ടേ? കോഫി ഉണ്ടേ? ഞങ്ങൾ വന്ന ട്രെയിനാണ്. ഒരുമാതിരി കുത്തി നിറച്ചാണ് ലോക്കൽ ആൾക്കാർ. എന്നാലും നാളെ കൊള്ളുന്നില്ല, കുത്തി നിറയ്ക്കുക. ഞങ്ങൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി നേരെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. മസാല ദോശയാണ് വാങ്ങിയത്. എല്ലാവരും ക്ഷീണിച്ച്. റയാന്ത എങ്ങനെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം യാത്ര? ട്രെയിൻ യാത്ര മതിയായില്ല. ഇനി ജീവിതത്തിൽ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകും. ആവശ്യങ്ങൾക്കില്ലേ നമ്മളെ? ഇങ്ങനത്തെ ഒരു യാത്ര ഇനി ഉണ്ടാവില്ല അല്ലേ? അതെ, മതിയായി ഗൈസ്, മതിയായി. മസാല ദോശ കഴിക്കട്ടെ ഞങ്ങൾക്ക്.